ഹല്ലേലൂയ. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 29-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. 2 Chronicles 29:3-4. എന്റെ ദൈവത്തിന്റെ ആലയത്തോട് എനിക്കുള്ള പക്ഷനിമിത്തം വിശുദ്ധ മന്ദിരത്തിനു വേണ്ടി ഞാൻ 2 Chronicles 29:3-4. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ ശുദ്ധീകരിച്ച് നേതാക്കന്മാരുടെ ദൈവമായ ആലയത്തെയും ശുദ്ധീകരിച്ച് മനിത നീക്കളയുകയും നമ്മുടെ നേതാക്കന്മാർ അകത്ത് ചെയ്തു. നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് വ്യക്തമായിട്ട് പ്രവർത്തിച്ചു അനുഭവിക്കുകയും യഹോവയുടെ നിവാസികളുടെ മുഖം തിരിച്ച് പുറം കാട്ടുകയും ചെയ്തുവല്ലോ. അവർ മണ്ഡപത്തിന്റെ വാതിലുകൾ അടച്ച് വിളക്ക് എടുത്തി ശിവത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തിന് ധൂപം കാണിക്കാതെയും ഹോയാൽ കഴിക്കാതെയും ഇരുന്നു. അതുകൊണ്ട് യഹൂദയുടെയും യെരൂശലേമിന്റെയും മേൽ വന്നു. സ്വന്തം കാണുന്ന പോലെ ഇവരെ നടുക്കത്തിലും അമ്പരത്തിലും ഹാസ്യത്തിലും വിഷയമാക്കിയിരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ഞാൻ ഒരു നീണ്ട വേദഭാഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർമ്മിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഭാരമില്ലാത്തവരായിരിക്കണം. സഭാപിതാവായ ക്രിസോസ്റ്റം ഒരിക്കൽ പറയുകയുണ്ടായി, നമ്മുടെ മർത്തോമാരെ തിരുമേനിയല്ല, സഭാപിതാവ് അദ്ദേഹം പറയുകയുണ്ടായി, നാം എല്ലാവരും 2 കള്ളന്മാരുടെ നടുവിൽ കിടക്കുന്ന ആളുകളാണ്. അതിലൊരു കള്ളൻ നമ്മുടെ ഭൂതകാലത്തെ വേദനകൾ, മറ്റേ കള്ളൻ നമ്മുടെ ഭാവി കാലത്ത് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന വേദനകൾ. ഇങ്ങനെ മനുഷ്യൻ മിക്കപ്പോഴും ഈ 2 കള്ളന്മാരുടെ ഇടയ്ക്ക് കിടക്കുന്നു. ചിലരെ പഴയ കാലം വളരെ അലട്ടാറുണ്ട്. എന്നാൽ കൂടുതൽ ആളുകളെയും നാളെ സംഭവിക്കും എന്ന് ചിന്തിക്കുന്നതായ പല ആകുല ചിന്തകൾ അവരെ അലട്ടാറുണ്ട്. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ ഇത് രണ്ടും നമ്മുടെ നേരിൽ ദൈവവൈതലായി കഴിഞ്ഞാൽ, വിശ്വാസത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടിനെയും നമ്മൾ പുറത്താക്കുകയും സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ ഈ കാര്യങ്ങൾ, ഭാരങ്ങളെ എല്ലാം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് വേർതിരിച്ച് അതിലെ നമ്മുടേതല്ലാത്തതെല്ലാം അപ്പോഴപ്പോൾ തന്നെ ചവിട്ടുകൊട്ടയിൽ കൊണ്ടുപോയി ഇട്ടുകളയും. ഇത് ഞാൻ ചുമക്കേണ്ടതാണോ? ഇത് ദൈവം എനിക്ക് തന്നതാണോ? അത് ആവശ്യമില്ലാതെ വല്ലവരുടേത് ഞാൻ ചുമന്നോട് നടക്കാം. അങ്ങനെയാണെങ്കിൽ അത് കർത്താവിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. നിർഭാഗ്യവശാൽ മനുഷ്യരൊക്കെ വേറെ ആവശ്യമില്ലാത്ത ചവിട്ടുകൊട്ടയിൽ കിടക്കേണ്ട പലതും അവരൊക്കെ ചുമന്നോട് നടക്കാണ്. അതിന് യാതൊരു പ്രതിഫലവും കിട്ടത്തില്ല, ചിലപ്പോൾ ശിക്ഷാവിധിയും കിട്ടും. അതുകൊണ്ട് അപ്പോഴപ്പോൾ അങ്ങനെയുള്ളതെല്ലാം അങ്ങ് കളഞ്ഞേക്കാം. ഇൻ കേസ് അന്നേരം കളയാൻ ഒത്തില്ലെങ്കിൽ വൈകിട്ട് ദൈവസന്നിധി ഇരുന്ന് അന്നേരം എടുത്തതെല്ലാം കൂടെ ഇട്ടേക്കാം. കർത്താവിന്റെ സ്തോത്രം. രണ്ടാമത്തെ ഒരു കൂട്ടം ഭാരങ്ങളുണ്ട്. അത് മുഴുവൻ കർത്താവിന്റെ കയ്യിൽ കൊടുക്കാനുള്ളതാണ്. അതെല്ലാം കർത്താവിന്റെ കയ്യിൽ കൊടുക്കണം. കൊടുത്തിട്ട് സ്വാതന്ത്ര്യം പ്രാപിക്കണം. ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കേണ്ട പോലെ ഒരു കാര്യം ഒരു ദൈവവൈതൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യം പ്രാപിക്കും. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളൊക്കെ അത് അനുഭവിച്ചവരാണ്. ഹന്ന പ്രാർത്ഥിച്ച പോലെ അവൾ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ കരഞ്ഞു, അവൾക്ക് തന്നെ ബോധ്യമായി എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ ഭാരത്തിൽ നിന്ന് അവൾ സ്വാതന്ത്ര്യമുള്ളവരായി, വാടിയ മുഖം മാറിയിട്ട് പ്രസാദമുള്ള മുഖവുമായി അവൾ വീട്ടിലേക്ക് പോയി. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് കർത്താവിന്റെ കൈ കൊടുക്കേണ്ടതെല്ലാം കർത്താവിന്റെ കൈ കൊടുത്ത് സ്വാതന്ത്ര്യം പ്രാപിക്കണം. ഇനി മൂന്നാമത്തെ ഒരു ഭാഗമുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. കർത്താവിന്റെ സ്തോത്രം. അതിന് ദൈവസന്നിധിയിൽ പ്രതിഫലം പ്രത്യേകം കിട്ടുന്നതുമാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്ക് സകല സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എനിക്കുണ്ട്. കർത്താവിന്റെ സ്തോത്രം. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൈവ ജീവിതത്തിന്റെ യഥാർത്ഥ ഉത്തരവാദിത്തമാണ്. അത് അപ്പുറത്തോ
ഇപ്പുറത്തോ വേറെ എങ്ങും കൊണ്ട് താത്തു വെക്കാനുള്ളതല്ല. തമ്പുരാൻ വിളിക്കുന്ന ദിവസം വരെയും ചുമന്നുകൊണ്ട് നടക്കാനും അത് കർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമക്കൾ കിരീടം പ്രാപിക്കാനുള്ളതാണ്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ മക്കളെല്ലാം തങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങളെ മുഴുവൻ ഇങ്ങനെ വേർതിരിക്കണം. പ്രയോജനമില്ലാത്ത ഒന്നും തലയെ വെച്ചുകൊണ്ട് നടക്കരുത്. കർത്താവിന് സ്തോത്രം. തലയെ വെച്ചുകൊണ്ട് നടക്കേണ്ടതൊന്നും മാറ്റിവെക്കുകയും ചെയ്യരുത്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതൊക്കെ പ്രാപിക്കണം. ആ ദൈവത്തിന്റെ ദാസനായ ഹിസ്കിയാവ്, ദാവീദ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ദാവീദ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തനായ രാജാവ്. മൂന്നാമത്തെ ഒരു ദാവീദ് കൂടെ, അങ്ങനെ 3 പേരെ ഉള്ളായിരുന്നു. ദാവീദിനെ പോലെ ജീവിച്ച 2 പേരൂടെ. അത് മൂന്നാമത്തെ ആള് യോശിയ രാജാവ്. ഇങ്ങനെ 3 പേരാണ് ദൈവത്തിന്റെ മനുഷ്യനായ ദാവീദിന്റെ വഴികളിൽ നടന്നത്. എന്തുകൊണ്ടാണ് ദാവീദിനെ മാതൃകയായിട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ദാവീദിന്റെ പുത്രനായ യേശു എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ദൈവരാജ്യം എന്ന പദം നമ്മുടെയൊക്കെ അധരങ്ങളിൽ കിട്ടിയേക്കുന്നത്? ഇത് മുഴുവൻ ദാവീദുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ദൈവത്തിന്റെ ജനത്തെ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ കൊണ്ടുപോകാനാണ് ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തത്. കർത്താവിന് സ്തോത്രം. ദാവീദ് ദൈവത്തിന്റെ നിയോഗപ്രകാരം ദൈവജനത്തെ നയിക്കുമ്പോൾ ആ ഇസ്രായേൽ രാഷ്ട്രം ദൈവരാജ്യത്തിന്റെ ഒരു മോഡലായിട്ട് ഈ ലോകത്തിൽ നിൽക്കാൻ വേണ്ടിയുള്ളതാണ്. കർത്താവിന് സ്തോത്രം. എന്നാൽ മിക്ക രാജാക്കന്മാരും ആ വിഷയത്തിൽ പരാജയപ്പെട്ടു പോയി. എന്നാൽ അത് മാതൃകയാണ്, മോഡലാണ്, എക്സാമ്പിൾ ആണ്. കർത്താവിന് സ്തോത്രം. ആ പശ്ചാത്തലത്തിലാണ് മിക്കപ്പോഴും രാജാക്കന്മാരുടെ പുസ്തകവും ദിനവൃത്താന്ത പുസ്തകങ്ങളും നമ്മോട് പല കാര്യങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത്. അതിലൊന്നാണ് ഈ ദൈവത്തിന്റെ മനുഷ്യനായ ഹിസ്കിയാവിന്റെ കാര്യം. ഹിസ്കിയാവ് അവന്റെ 3-ാം വാക്യം, അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നതിന്റെ അറ്റകുറ്റം തീർത്തു. ഒരു രാജാവ് രാജ്യഭാരം ഏറ്റെടുക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം തന്റെ സിംഹാസനം ഉറപ്പിക്കുക. അതിനെതിരായിട്ട് അകത്തോ രാഷ്ട്രത്തിന് പുറത്തോ ശത്രുക്കളോ ശത്രു രാജ്യങ്ങളോ ഉണ്ടെങ്കിൽ അവയ്ക്കെല്ലാം ക്രമീകരണം വരുത്തി കഴിഞ്ഞാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ രാജാവ് സാധാരണയായിട്ട് ചെയ്യാറുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഹിസ്കിയാവിന്റെ കാലം എന്ന് പറഞ്ഞാൽ ഏറ്റവും മറ്റ് മിക്ക രാജാക്കന്മാരുടെ കാലത്തേക്കാൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയേറിയ ഒരു സമയത്താണ് ഹിസ്കിയാവ് രാജാവായിട്ട് വാഴുന്നത്. യേശു ക്രിസ്തുവിനും ഏതാണ്ട് 720 വർഷം മുമ്പ് ജീവിച്ചിരുന്ന രാജ്യം ഭരിച്ച ഹിസ്കിയാവിന്റെ 1-ാം ആണ്ടെന്ന് പറയുന്നത് BC 720. യേശു ക്രിസ്തുവിന് 720 വർഷം മുമ്പുണ്ടായ സംഭവമാണ്. ആ സമയം എന്ന് പറയുന്നത് BC 721 എന്നേക്കുമായിട്ട് വടക്കേ രാജ്യമായ ഇസ്രായേൽ ലോക ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോയത്. അശൂർ സൈന്യം വന്ന് പരാജയപ്പെടുത്തി അവരെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോയി എന്നേക്കുമായി 10 ഗോത്രങ്ങൾ ഒരു രാഷ്ട്രമല്ലാതെ വണ്ണമായി തീർന്ന ആ പ്രത്യേക സമയത്താണ് ഈ മനുഷ്യൻ രാജാവായി പാരമേൽക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. നിങ്ങൾ ചരിത്രം വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട് 3 വർഷം അശ്ശൂർ സൈന്യം വാടകൂരിയാണ് ശമരിയ എന്ന അതിന്റെ തലസ്ഥാനത്തെ കൈക്കലാക്കിയത്. അപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ 1-ാമത്തെ പ്രശസ്തമായ സാമ്രാജ്യത്തിന്റെ ആ ശക്തനായ രാജാവ് യുദ്ധം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വടക്കേ രാഷ്ട്രം ഏതാണ്ട് ഇല്ലായ്മയാകുന്ന സമയത്താണ് ഹിസ്കിയാവ് രാജാവായി. ഹിസ്കിയാവിന്റെ അപ്പനായ ആഹാസ് ഇങ്ങോട്ട് ആക്രമണം വരുന്നതിന് മുമ്പ് തന്നെ അശൂർ രാജാവിനും അശൂർ രാഷ്ട്രത്തിന്റെയും മേൽക്കോയ്മ
സ്വീകരിച്ച് യെരൂശലേം ദേവാലയത്തിനകത്ത് തന്നെ അശൂർ രാജാവിന് വേണ്ടി പ്രത്യേക യാഗവും യാഗപീഠങ്ങളും നിർമ്മിച്ചുണ്ടാക്കിയ ആ അപ്പന്റെ മകനായ ഹിസ്കിയാവ് ഈ ജാതീയ രാജാവിന്റെ മേൽക്കോയ്മ തള്ളിക്കളഞ്ഞു. കർത്താവിന് സ്തോത്രം. അവന്റെ വാഴ്ചയുടെ 1-ാം വർഷം 1-ാം മാസം, ഹല്ലേലൂയ, പ്രതിസന്ധികളെല്ലാം ഉണ്ടെങ്കിലും അവൻ ചെയ്ത 1-ാമത്തെ കാര്യം ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ തുറന്നു. തന്റെ അപ്പനായ ആഹാസ് ദൈവാലയത്തിലെ വിലയേറിയ പലതും എടുത്ത് ജാതീയ രാജാവിന് സമ്മാനമായി കൊടുത്ത് ആലയത്തിന്റെ വാതിലുകളെ അടച്ചു കളഞ്ഞ ആ അപ്പന്റെ മകൻ 1-ാം മാസം 1-ാം തീയതി ജീവിതത്തിന്റെ തുടക്കം ദൈവാലയത്തിന്റെ വാതിൽ തുറന്നുകൊണ്ടാണ്. കർത്താവിന് സ്തോത്രം. എന്താണ് അതിന്റെ കാരണം? ജീവിതത്തിന്റെ അടിസ്ഥാനം ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയാണ്. അതില്ലാതെ ഒരു പണിയും ഒരു മനുഷ്യനും ചെയ്യുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഹിസ്കിയാവ് തന്റെ രാജവാഴ്ച, രാഷ്ട്രീയത്തിന്റെ തുടക്കം ദൈവ ഭക്തിയിൽ ആരാധന പുനഃസ്ഥാപിച്ചുകൊണ്ടാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ശത്രു സൈന്യം എത്ര ശക്തമായിരുന്നാലും ആരാധനയിൽ നിഷ്കർഷയുള്ള ദൈവമത്. ഹല്ലേലൂയ. അതിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ദൈവമത് ഏത് പ്രതിസന്ധിയെയും ജയിച്ചു മുന്നേറുമെന്നുള്ളത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വിശുദ്ധ പ്രമാണമാണ്. അതുകൊണ്ട് നമ്മൾ എവിടെ തുടങ്ങണം? എപ്പോൾ തുടങ്ങണം? ഹല്ലേലൂയ. 1-ാം ദിവസം തന്നെ തുടങ്ങണം. ദൈവാലയത്തിൽ തുടങ്ങണം. വിശുദ്ധാരാധന പുനഃസ്ഥാപിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ. ഹല്ലേലൂയ. അതിനെ ഹിസ്കിയാവിനെ തന്നെ കൊണ്ട് തന്നെ സാധ്യമല്ല. അതുകൊണ്ട് പുരോഹിതന്മാരെയും 4-ാം വാക്യം, പുരോഹിതന്മാരെയും ലേവ്യരെയും വരുത്തി കിഴക്കേ വിശാല സ്ഥലത്ത് ഒന്നിച്ചുകൂടി അവരോട് പറഞ്ഞത് എന്തെന്നാൽ, ലേവ്യരെ, എന്റെ വാക്ക് കേൾപ്പി. ഇപ്പോൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെയും ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് മലിനത നീക്കുവീൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഹിസ്കിയാവിന്റെ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ രാജവാഴ്ചയുടെ ആരംഭത്തിൽ തന്നെ ദൈവാലയത്തിന്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചു. ഹിസ്കിയാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് യഹൂദയിലെ ഭക്തന്മാരായ 2 പ്രവാചകന്മാർ കർത്താവിന്റെ മുമ്പാകെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീഖ പ്രവാചകനും യെശയ്യ പ്രവാചകനും. അതിൽ മീഖ പ്രവാചകൻ മോറശത്ത് എന്ന് പറയുന്നതായ ഒരു ഉൾഗ്രാമത്തിൽ ഒരു നാടൻ പ്രവാചകനായി നാട്ടിലെ തന്റെ അയൽക്കാരുടെ ഇടയിലുള്ളതായ ദൈവഭക്തിക്ക് വിരുദ്ധമായ, കൃഷിക്കാരുടെ ഇടയിലുള്ള ദൈവഭക്തിക്ക് വിരുദ്ധമായ, ദൈവപ്രമാണത്തിന് വിരുദ്ധമായ മനോഭാവങ്ങളെ ശുദ്ധീകരിക്കുവാനായി അങ്ങനെയുള്ള പാവപ്പെട്ട ഗ്രാമീണരോട് ദൈവത്തിന്റെ ആലോചന പറയുന്ന ഒരാളായാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അതിന്റെ നേരെ വിരുദ്ധമാണ് യെശയ്യാവ്. യെശയ്യാവ് ഒരു പ്രവാചകനാണെങ്കിലും അവൻ മിക്കപ്പോഴും യെരൂശലേമിൽ തലസ്ഥാനത്ത് തന്നെ രാജാവിനോടും പ്രഭുക്കന്മാരോടും ദൈവത്തിന്റെ ആലോചന, രാഷ്ട്രീയമായ ആലോചന, എന്ത് ഓരോ സമയത്തും ഏത് നീക്കങ്ങൾ നടത്തണമെന്ന് വേണ്ട രാഷ്ട്രീയ ആലോചനകളെ കൊടുക്കുന്ന വളരെ നയതന്ത്ര പരിജ്ഞാനവും ആത്മനിയോഗവും ഉള്ള ഒരാളാണ് യെശയ്യാ പ്രവാചകൻ. ആ പ്രവാചകൻ യഹൂദന്മാരുടെ പാരമ്പര്യപ്രകാരം ഈ പ്രവാചകൻ ഹിസ്കിയാവിന്റെ ട്യൂട്ടറായിരുന്നെന്നാണ് അവർ പറയപ്പെടുന്നത്. അത് ഞാൻ ഈ പാരമ്പര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, അത് വേദവചനമല്ല.
അത് യഹൂദന്മാരുടെ പാരമ്പര്യമാണ്. അത് സത്യമാകാം, സത്യമല്ലായിരിക്കാം. കർത്താവിന് സ്തോത്രം. എന്നാൽ എന്തായാലും പ്രവാചകനായ യെശയ്യാവിന്റെ വളരെ ശക്തമായ ഒരു കൈത്താങ്ങലും സ്വാധീനവും ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, സഖരിയാവിന്റെ മകളായ. ഉസിയാവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ദൈവഭക്തനായ ഒരു പ്രവാചകനായിരുന്നു സഖരിയാവ്. ആ സഖരിയാവിന്റെ മകളായിരിക്കണം എന്നാണ് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ നല്ല ദൈവഭക്തിയുള്ള ഒരമ്മ, കർത്താവിന് സ്തോത്രം, നല്ല ദൈവഭക്തിയുള്ള രാജാക്കന്മാർ. എന്നാൽ ഈ ദൈവഭക്തിയുള്ള അമ്മയും ദൈവഭക്തിയുള്ള യെശയ്യാ പ്രവാചകനും ഉണ്ടായതുകൊണ്ട് ഒരു രാജാവ് ആത്മീയനാകുന്നു? ഇല്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആഹാബ്. യെശയ്യാവിനേക്കാൾ ശക്തനായ പ്രവാചകനായിരുന്നു ഏലിയാവ്. ആ ഏലിയാവിന്റെ എല്ലാ കൈത്താങ്ങലും കിട്ടിയിട്ടും ആഹാബിന് അതിന്റെ യാതൊരു സ്വാധീനവും അവനിലുണ്ടായില്ല. അതുപോലെ ഉദാഹരണമാണ് ശൗല്. ശമൂവേലിന്റെ അഭിഷേകവും നിയോഗവും ആലോചനയും നിരന്തരം കിട്ടിക്കൊണ്ടിരുന്നിട്ടും ജീവിതത്തിന്റെ സർവ്വമേഖലകളും അധപ്പതിച്ച് പരാജയപ്പെട്ടു പോയ ഒരു മനുഷ്യനായി. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക, സാഹചര്യങ്ങൾ നന്നായതുകൊണ്ട് ഈ ലോകത്തിൽ ആരെങ്കിലും ആത്മീയരാകുമോ? ഇല്ല. പിന്നെ എന്താണ് ആത്മീയത്തിന്റെ കാരണം? ഏത് മനുഷ്യന്റെയും ഏറ്റവും വലിയ സ്വാധീനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ഏത് സ്വാധീനം. ഹല്ലേലൂയ. ഞാനും നിങ്ങളും കർത്താവിനെ സ്നേഹിക്കണമെങ്കിൽ, കർത്താവിന് വേണ്ടി നേരോടെ നിൽക്കണമെങ്കിൽ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ ദൈവാത്മാവിന്റെ ശബ്ദത്തിന് ചെവി ചായ്ക്കുന്നത് കൊണ്ട് മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ. നമ്മുടെ ഏറ്റവും വലിയ സ്വാധീനം, ജീവിത സ്വാധീനം മഹാദൈവം തന്നെയാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന ഏത് സ്വാധീനം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു മനുഷ്യന് കൂടുതലും കിട്ടുന്നില്ല, അധികം കുറവും ആർക്കും കിട്ടുന്നില്ല. കർത്താവ് മഹാദൈവം എല്ലാ മനുഷ്യനും ലഭിക്കേണ്ടതൊക്കെ ന്യായമായ അളവിൽ കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. റോമാലേഖനം 1, 2, 3 അധ്യായങ്ങളിൽ ദൈവത്തെ കുറിച്ച് അറിയേണ്ടത് ഒക്കെയും അവർക്ക് വെളിപ്പെട്ടു വന്നിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞിട്ടും നന്ദി കാണിക്കുകയോ? ഹല്ലേലൂയ. സത്യത്തെ മറുതലിക്കുകയും എതിർക്കുകയും അതിനോട് കീഴടങ്ങാതിരിക്കുകയും ചെയ്യുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വളരെ താഴ്മയോടെ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് എന്തെങ്കിലും ആത്മീയ അനുഭവം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ദൈവഭക്തി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആത്മാവിന്റെ പ്രവൃത്തികൾ നമ്മിലുണ്ടെങ്കിൽ അത് നമ്മുടെ സാഹചര്യങ്ങളല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ആരെങ്കിലും പരാജയപ്പെടുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനങ്ങൾക്ക് കീഴടങ്ങാതിരിക്കുന്നതാണ് ജീവിതത്തിന്റെ പരാജയം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവഭക്തനായ മനുഷ്യൻ തന്റെ ശുശ്രൂഷയ്ക്ക്, തന്റെ ആത്മീയ ശുശ്രൂഷയ്ക്ക് സഹായത്തിനായി പുരോഹിതന്മാരെയും ലേവ്യരെയും വരുത്തി ഒന്നിച്ചുകൂട്ടി അവരോട് പറഞ്ഞത്, ലേവ്യരെ, എന്റെ വാക്ക് കേൾക്കുകയും ഇപ്പോൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെയും ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് മലിനത നീക്കിക്കളയുവീൻ. ഹല്ലേലൂയ. നിങ്ങൾ ഒന്നാമത് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക.
സ്തോത്രം. ഹല്ലേലൂയ. പുരോഹിതന്മാരെ, ലേവ്യരെ, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ പുരോഹിതന്മാരുടെ ലേവ്യരുടെ ശുദ്ധീകരണത്തെ കുറിച്ച് വളരെയധികം പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ സമാഗമന കൂടാരത്തിന്റെ ക്രമീകരണങ്ങൾ നടക്കുമ്പോൾ പുരോഹിതന്മാരുടെ എങ്ങനെ അവരെ ആ സമാഗമന കൂടാരത്തിലെ വിശുദ്ധ ശുശ്രൂഷയ്ക്കായി ഒരുക്കിയെടുക്കണമെന്നുള്ളതിനെ കുറിച്ച് വളരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോടെ സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 28-ാം അധ്യായം നമ്മൾ നോക്കിയാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കേണ്ട പുരോഹിതന്മാരെ എങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏതൊക്കെ രീതിയിൽ ക്രമീകരണങ്ങളെ ചെയ്താണ് അവർ ഒരുക്കിയെടുക്കേണ്ടത്. ഒന്ന്, ദൈവമക്കളോട് പറയുക, ഒന്നാമത്തെ തുടക്കം നമ്മിൽ തന്നെയാണ്. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും. എങ്ങനെയാണ് ലേവ്യരും പുരോഹിതന്മാരെ തങ്ങളെ ശുദ്ധീകരിക്കുന്നത്? സമർപ്പണത്തോടെ അവരെ വേർതിരിക്കുകയാണ്. വേദപുസ്തകത്തിലെ വിശുദ്ധി എന്ന പദത്തിന്റെ ഒന്നാമത്തെ അർത്ഥം അതാണ്. സെറ്റ് അപ്പാർട്ട്, മാറ്റിവെക്കുക, വേർതിരിക്കുക. പുരോഹിതന്മാരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ യാതൊരു ലോകപരമായ ഉദ്യോഗത്തിലും ഇടപാടിലും നിങ്ങൾ പോയി ഇടപെടാൻ നിങ്ങൾക്ക് അനുവാദമില്ല. നിങ്ങളെ വേർതിരിച്ചിരിക്കുകയാണ്. വിശുദ്ധ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമായി നിങ്ങളുടെ ജീവിതത്തെ വേർതിരിച്ചിരിക്കുകയാണ്. ആ വിശുദ്ധി യാഥാർത്ഥ്യമാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അതിനായിട്ട് സമർപ്പിക്കണം. അപ്പോൾ വേർതിരിക്കുക, സമർപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് നടത്താനുള്ള വിശുദ്ധ പ്രക്രിയകൾ ഓരോ ദൈവവൈതലിന്റെയും ജീവിതത്തിൽ ദൈവം നടത്തിയെടുക്കണമെങ്കിൽ അവരവർ തങ്ങളെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ വേർതിരിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവത്തിന്റെ വിശുദ്ധീകരണ പ്രവൃത്തികൾ ദൈവത്തിന്റെ ചെയ്തെടുക്കാൻ സാധ്യമല്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമത് നമ്മൾ അവിടെ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടെ നിങ്ങളെ വിശുദ്ധീകരിക്കുകയും. പുരോഹിതന്മാർക്ക്, മഹാപുരോഹിതന് വിശുദ്ധ വസ്ത്രങ്ങളുടെ അലങ്കാരമുണ്ട്. സമയമുള്ളപ്പോൾ അവിടെ പോയി പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം സമയമുള്ളപ്പോൾ പോയി വായിക്കണം. അവിടെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, 4 വസ്ത്രങ്ങൾ അവർക്കുണ്ട്. ഒന്നാമത്തെ ഒരു ലിനൻ കോട്ട്, റോബ്, അത് കഴുത്ത് തൊട്ട് പാദം വരെയുള്ളതായ ഒരു ലിനൻ റോബ്. അതിന്റെ പുറത്ത് വേറെ 3 എണ്ണം കൂടെ. അങ്ങനെ 4 വസ്ത്രങ്ങൾ അവർക്ക് പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടിയായിട്ടുണ്ട്. അതെല്ലാം ലിനൻ കൊണ്ട്, പ്യോർ ലിനൻ കൊണ്ടാണ് അത് ഉണ്ടാക്കേണ്ടത്. അതെന്തിനെ കാണിക്കുന്നു? ലളിതമാണ്, പരിശുദ്ധമാണ്. സിമ്പിൾ ആൻഡ് പ്യോർ. ഇത് രണ്ടും ഉള്ളതായിരിക്കണം നിങ്ങളുടെ വസ്ത്രത്തിന്റെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിന്റെ ബാക്കി ഭാഗങ്ങളെയൊക്കെ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞേക്കുന്നത് ലോകത്തിലേക്കും വിലയേറിയ കല്ലുകളെ കൊണ്ടും രത്നങ്ങളെ കൊണ്ടും വിലയേറിയ നൂലുകളെ കൊണ്ടും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെന്തിനെ കാണിക്കുന്നു? ദൈവത്തിന്റെ സന്നിധിയിലെ ശുശ്രൂഷ എന്ന് പറയുന്നത് അതേറ്റം മനോഹരമായിരിക്കണം, അതേറ്റം വിലയേറിയതായിരിക്കണം. ഹല്ലേലൂയ. വിശുദ്ധിയുടെ സൗന്ദര്യത്തിൽ ദൈവത്തെ ആരാധിക്കുകയും. worship the Lord in the beauty of holiness. വിശുദ്ധിക്ക് ഒരു വലിയ സൗന്ദര്യമുണ്ട്. വിശുദ്ധിക്ക് ഒരു വലിയ സൗന്ദര്യമുണ്ട്. ദൈവത്തിന്റെ സന്നിധി വിശുദ്ധമായതുകൊണ്ട് ആ വിശുദ്ധ സന്നിധിയിൽ മനുഷ്യരായ നമ്മൾ വിശുദ്ധിയുടെ സൗന്ദര്യത്തിൽ, ഹല്ലേലൂയ, അതെല്ലാം ദൈവത്തിൽ ഉണ്ടായിരിക്കണം. ആ വിശുദ്ധ സൗന്ദര്യത്തിന്റെ അലങ്കാരം, ഹല്ലേലൂയ. വിശുദ്ധി വളരെ വിലയേറിയതാണ്. നൊബിലിറ്റി, അതിനെ കാണിക്കാനാണ് വിലയേറിയ രത്നങ്ങളെ കൊണ്ടും കല്ലുകളെ കൊണ്ടും നിങ്ങളുടെ വസ്ത്രത്തിന്റെ ഇന്ന രീതിയിൽ, പ്രത്യേകിച്ചും അതിന്റെ കവചങ്ങൾ, ഹല്ലേലൂയ, അതിന്റെ തോളിൽ വേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ഇത്ര വിലയേറിയത് കൊണ്ട് വേണം നിങ്ങൾ ഉണ്ടാക്കാൻ. ഹല്ലേലൂയ. പുരോഹിതനോട് പറഞ്ഞു, ഇങ്ങനെ അവൻ ശരീരത്തിൽ പൂർണ്ണതയുള്ളവനായിരിക്കണം.
ഭാഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ അലങ്കരിച്ചു വേണം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ വരുവാൻ. ഹല്ലേലൂയ. എന്നിട്ട് രണ്ടാമത് അവരോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങളെ ആലയത്തെ ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് മലിനത നീക്കിക്കളയുവീൻ. കർത്താവിന് സ്തോത്രം. നമ്മുടെ താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, അതിന്റെ 15-ാം വാക്യം വായിച്ചാട്ടെ. 2 ദിനവൃത്താന്തം 29:15 മുതൽ. തങ്ങളുടെ സഹോദരന്മാരെ ഒന്നിച്ചുകൂട്ടി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് യഹോവയുടെ വചനപ്രകാരം രാജാവിന്റെ കൽപ്പന അനുസരിച്ച് യഹോവയുടെ ആലയത്തെ വെടിപ്പാക്കുവാൻ വന്നു. പുരോഹിതന്മാർ യഹോവയുടെ ആലയത്തിന്റെ അകം വെടിപ്പാക്കുവാൻ അതിൽ കടന്നു. യഹോവയുടെ ആലയത്തിൽ കണ്ട മലിനതയൊക്കെയും പുറത്ത് യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ കൊണ്ടുവന്നു. ലേവ്യർ അത് കൊണ്ടുപോയി കിദ്രോൻ തൊട്ടിൽ ഇട്ട് കളഞ്ഞു. കർത്താവിന് സ്തോത്രം. യഹോവയുടെ ആലയത്തിലെ മലിനതകൾ, സ്തോത്രം, ഹല്ലേലൂയ. എന്തുവാണ് ഈ ആലയം കുറെ നാൾ അടച്ചിട്ടപ്പോ അതിനകത്തിൽ ഇത്രയും മലിനതയെല്ലാം കൂടെ വന്നു? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മലിനമായത് ആഹാസ് കൊണ്ടുവന്ന് തന്റെ അപ്പൻ കൊണ്ടുവച്ച മലിനതകൾ അതിനകത്ത് ഉണ്ട്. അവൻ യഹോവാഭക്തിയോടെ ആരാധിച്ചവനല്ല. അവന്റെ ജീവിതത്തിന്റെ ആരാധന മിക്കപ്പോഴും അന്യാരാധനയായിരുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പോലും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ മനുഷ്യനായിരുന്നു തന്റെ അപ്പൻ. അതുകൊണ്ടുണ്ടായ മലിനതകളുണ്ട്. അതേപോലെ തന്നെ ദൈവത്തെ ആരാധിക്കേണ്ട ഇടം ആരാധന നടക്കാതെ വാതിലടച്ചു കളഞ്ഞത് കൊണ്ടുണ്ടായ മലിനതകൾ. ഹല്ലേലൂയ. മകളെ, നിങ്ങളുടെ ജീവിതങ്ങൾ ആലയം ആരാധനയ്ക്ക് വേണ്ടി വേർതിരിച്ചതാണെങ്കിൽ അതിൽ വേറെ വല്ലതും കൂടെ ഒക്കെ ഇടയ്ക്ക് കൊണ്ടുവന്ന് വെക്കുന്നതുകൊണ്ടുള്ള മലിനതയുണ്ട്. അത് നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ അവിടെ ഇവിടെ മുക്കിനും മൂലയ്ക്കും ഒക്കെ കൊണ്ടുവച്ചതൊക്കെ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ആരാധന നടക്കാത്തതിന്റെ മലിനതയുണ്ട്. ഹല്ലേലൂയ. ചിലരൊക്കെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോ ഇന്ന് വരണോ പാസ്റ്റർ ചോദിക്കും. നടക്കേണ്ടത് നടന്നില്ലെങ്കിൽ മലിനതയുണ്ട്, മലിനപ്പെട്ടു പോകും. ഇത് വേർതിരിക്കപ്പെട്ടതാണ്. ഇത് ആരാധനയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ്. ഇതിന്റെ വാതിലുകൾ അടച്ചു കളയരുത്. അത് നിസ്സാര കാര്യമല്ല. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ജീവിതത്തിൽ തരുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും ആയുസിന്റെ ഓരോ സമയങ്ങളെ കുറിച്ചും മഹാദൈവത്തിന് തന്റെ മക്കൾ എങ്ങനെ അത് ചെലവഴിക്കണമെന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഹല്ലേലൂയ നിയോഗത്തിനെ കുറിച്ചുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സുവിശേഷ വേലക്കാരനായ ഞാൻ ദൈവസന്നിധിയിൽ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കണക്കാണ് എന്റെ സമയം ഞാൻ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത്. എന്നെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചപ്പോൾ എന്റെ സമയത്തിന്റെ കണക്ക് ഞാൻ ദൈവത്തിന് കൊടുത്തേ പറ്റൂ. എന്റെ കയ്യിൽ ദൈവം തരുന്ന പണത്തിന് ഞാൻ ദൈവത്തിന് കണക്ക് കൊടുത്തേ പറ്റൂ. ദൈവം എനിക്ക് തരുന്ന ആരോഗ്യത്തിന് ഞാൻ കണക്ക് കൊടുത്തേ പറ്റൂ. ദൈവം എനിക്ക് തരുന്ന അവസരങ്ങൾക്ക് ഞാൻ കണക്ക് കൊടുത്തേ പറ്റൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധന നടക്കേണ്ടിടത്ത് ആരാധന നടക്കേണ്ട പോലെ നടക്കാതെ ഇരുന്നാൽ അത് മലിനപ്പെട്ടു പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ദൈവവേദന അത് തിരിച്ചറിയണം. ഹല്ലേലൂയ. ആരാധന കൊണ്ട് നടക്കുന്ന ഒരു വലിയ ശുദ്ധീകരണമുണ്ട് കേട്ടോ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ചാൽ അതുകൊണ്ടൊരു വലിയ ശുദ്ധീകരണം അതിനകത്ത് തന്നെ ഉണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ.
ആരാധന നടന്നിടത്ത് അത് നടക്കാതെ ഇരുന്നാൽ ചെകുത്താൻ കയറുമെന്നുള്ളൊരു സംശയവുമില്ല. ചില വീടുകളൊക്കെ തകർന്നു പോയതിന്റെ കാരണം ഒരു സമയത്ത് ഒത്തിരി ആരാധന നടന്ന വീടുകൾ പിന്നീട് അതില്ലാതെ വന്നാൽ ആ കുടുംബങ്ങൾ തന്നെ അങ്ങ് തകർന്നു പോകാറുണ്ട്. ഹല്ലേലൂയ. ശൂന്യതയാണ്. ആരാധന നടന്നില്ലെങ്കിൽ പിന്നെ ശൂന്യതയാണ്. വേറെ ഈ ഫിലദൽഫിയയിലെ നല്ല ഫർണിച്ചർ എല്ലാം പരികത്തി കൊണ്ടുവെക്കാം, പക്ഷെ വീട് ശൂന്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും എൻ്റെ ഒരു പൊങ്ങച്ചവാരി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ട പ്രധാനപ്പെട്ട ഫർണിച്ചർ ഒരു പായ. കർത്താവിന്റെ സ്തോത്രം. കൂടുതൽ സമയം ഞാൻ എൻ്റെ ഉപയോഗമില്ല ആ പായ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. ആരാധനയില്ലെങ്കിൽ ശൂന്യമാണ്, ശൂന്യമാണ്, ശൂന്യമാണ്. ഹല്ലേലൂയ. നാളുകൾ കഴിയുന്തോറും വർദ്ധിച്ചു വന്നില്ലെങ്കിൽ മലിനപ്പെടും. അവകാശം വേറെ ഒരുത്തൻ കയറി ഏറ്റെടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തിനു വേണ്ടി വേർതിരിച്ചോ? സ്തോത്രം. അതിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നമ്മൾ സ്ഥിരമാനസരായി. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. എന്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടുവോ ആ വേർതിരിക്കപ്പെട്ടത് അതിന്റെ പൂർണ്ണ അളവിൽ ഹല്ലേലൂയ ചെയ്യുവാനായി നമ്മൾ സകല ഉത്സാഹവും കഴിക്കുന്നവരായിരിക്കണം. സകല ഉത്സാഹവും കഴിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. വിശുദ്ധമായത് മലിനപ്പെട്ടു പോകരുത്. വാതിലടയ്ക്കരുത്. എപ്പോഴും ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുവീൻ. എപ്പോഴും പ്രാർത്ഥിക്കുവീൻ. ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുവീൻ. വാതിൽ അടയ്ക്കരുത്. മലിനപ്പെട്ടു പോകും. ഹല്ലേലൂയ. വിശുദ്ധ ഉപയോഗം, വിശുദ്ധ ഉപയോഗം. ഹല്ലേലൂയ. ആ പുറപ്പാട് പുസ്തകത്തിലെ 28-ാം അധ്യായത്തിൽ ഒരു പ്രത്യേക കാര്യം 36-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. തങ്കംകൊണ്ടൊരു പട്ടമുണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് മുദ്ര കൊട്ടേണം. അത് മൂടിമേലിരിക്കേണ്ടതിന് നീലച്ചരട് കൊണ്ട് കെട്ടണം. അത് മുടിയുടെ മുൻഭാഗത്ത് ഇരിക്കണം. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളിലും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം അഹരോൻ വഹിക്കേണ്ടതിന്. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ കണ്ടു. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളിലും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം അഹരോൻ. ഹല്ലേലൂയ. വിശുദ്ധ വസ്തുക്കൾ, വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം അഹരോൻ വഹിക്കേണ്ടതിന് അവന്റെ നെറ്റിമേൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് കൊത്തി ഉണ്ടാക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ മക്കളെ, നമ്മൾ ചെയ്യുന്ന പല വിശുദ്ധ കാര്യങ്ങളിലും കുറ്റം കിടക്കും, പോരായ്മ കിടക്കും. ഒരാരാധന കഴിഞ്ഞിട്ട് പോകുമ്പോഴും ആ ആരാധന ചെയ്യേണ്ടതുപോലെ ചെയ്യാത്തതിന്റെ ഒരു കുറ്റം ബാക്കി കിടക്കും. പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന ദൈവപ്രസാദമാകാതെ വന്നത് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. താതൻ പ്രതീക്ഷിക്കുന്ന പോലെ നടക്കാത്തതിനകത്തിലൊക്കെ വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം, വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. താഴോട്ടുള്ള വാക്യങ്ങളിൽ അവരെങ്ങനെ
ദൈവത്തെ ആരാധിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ആരാധന, പഴയ നിയമ ആരാധനയുടെ ഒരു നല്ല വിശദമായ ഒരു 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 പ്രസന്റേഷൻ. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. അവിടെ അതിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ വീണ്ടും ഹിസ്കിയ രാജാവ് വായിച്ചാട്ട്. രാജാവ് ഞായറാഴ്ച 7 മണി വരെ ഉറങ്ങുന്ന വിശ്വാസികളെ, ഹിസ്കിയ രാജാവ് അധികാരത്തെ, അബ്രഹാം അധികാരത്തെ, രാജാവ് തന്റെ പള്ളിമെത്തയിൽ നിന്ന് കാലത്തെഴുന്നേറ്റ് രണ്ട് റൗണ്ട് അടിച്ച് ഉള്ളവരെ എല്ലാം വിളിച്ച് മീറ്റിംഗിന് കൊണ്ടുവന്നെങ്കിലും ഒരു കുഴപ്പമില്ല. ഹിസ്കിയ രാജാവ് പോയി രാവിലെ നഗരാധിപതികളെ എല്ലാവരുടെയും വീട്ടിൽ പോയി എല്ലാത്തിനെയും പൊക്കി എടുത്തുകൊണ്ട് എഴുന്നേക്കടാ, പൊങ്ങി വാടാ, നല്ല കാര്യത്തിന് വാടാന്ന് പറഞ്ഞ് എല്ലാത്തിനെയും പൊക്കി എടുത്തുകൊണ്ട് വന്നു. രാജാവ് ചെയ്തു. അതുകൊണ്ട് നമ്മളൊക്കെ പലർക്കും അതൊക്കെ ഒരു മോശക്കാരിയാണ്. വേറെ അടുത്ത വിശ്വാസിയുടെ വീട്ടിൽ പുള്ളിക്ക് വണ്ടി ഇല്ലെങ്കിൽ പുള്ളിയെ ഇവിടെ ഒന്ന് വിളിച്ചോണ്ട് വരിക എന്ന് പറഞ്ഞ ഏതാണ്ട് ഡിഗ്നിറ്റി പോകുന്ന കാര്യമാണ്. കർത്താവിന് സ്തോത്രം. വായിച്ചാട്ടെ. അവർ രാജ്യത്തിനും വിശുദ്ധ മന്ദിരത്തിനും യഹൂദയ്ക്കും വേണ്ടി 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും 7 കുഞ്ഞാടിനെയും പാപയാഗത്തിനായിട്ട് 7 വെള്ളാട്ടുകൊറ്റനെയും കൊണ്ടുവന്നു. അവയിൽ 25 മുതൽ 25 അവർ ദാവീദിന്റെയും രാജാവിന്റെ ദർശകനായ ഗാദിന്റെയും നാഥാൻ പ്രവാചകന്റെയും കൽപ്പന പ്രകാരം ലേവ്യരെ കൈത്താളങ്ങളോടും വീണകളോടും കിന്നരങ്ങളോടും കൂടെ യഹോവയുടെ ആലയത്തിൽ നിർത്തി. അങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം യഹോവ കൽപ്പിച്ചിരുന്നു. ലേവ്യർ ദാവീദിന്റെ വാദ്യങ്ങളോടും പുരോഹിതന്മാർ കാഹളങ്ങളോടും കൂടെ നിന്നു. പിന്നെ ഹിസ്കിയാവ് യാഗപീഠത്തിന്മേൽ ഹോമയാഗം കഴിപ്പാൻ കൽപ്പിച്ചു. ഹോമയാഗം തുടങ്ങിയപ്പോൾ തന്നെ അവർ കാഹളങ്ങളോടും ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ വാദ്യങ്ങളോടും കൂടെ യഹോവയ്ക്ക് പാട്ടുപാടുവാൻ തുടങ്ങി. ഉടനെ സർവ്വസഭയും നമസ്കരിച്ചു. സംഗീതക്കാർ പാടുകയും കാഹളക്കാർ കൂട്ടുകയും ചെയ്തു. ഇതൊക്കെയും ഹോമയാഗം കഴിയുന്നത് വരെ ചെയ്തുകൊണ്ടിരുന്നു. ഇസ്രായേൽ മക്കളുടെ ദേവാലയത്തിലെ ആരാധനയെ കുറിച്ച് നമുക്ക് വളരെ നന്നായിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ നമുക്ക് തരുന്നത്. പുരോഹിതന്മാര് യഹോവയുടെ ആലയത്തിൽ ആ യാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലേവ്യര് ആ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് അവരെ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ സംഗീത ഉപകരണങ്ങൾ ഞാൻ അവിടെ നോക്കി വരുന്നതിൽ 3 എണ്ണം. ഒന്ന് ഒരു ഡ്രം പോലെ അടിക്കുന്ന ഒരെണ്ണം, പിന്നെ നമ്മുടെ ഡാമറിൻ പോലെ കിലുക്കുന്ന ഒരെണ്ണം, മൂന്നാമത്തേത് ഗിറ്റാർ പോലെ അടിക്കുന്ന ആ കിന്നർ. ഈ 3 ഉപകരണങ്ങളും അപ്പോൾ ബും ബും എന്നുള്ള ശബ്ദം വേണം, എന്നുള്ള ശബ്ദം വേണം, പിന്നെ സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റിന്റെ ആ നല്ല നാദം വേണം. ഈ 3 ഉപകരണങ്ങൾ കൊണ്ടാണ് അവരവിടെ നിന്ന് പാടുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ആലയത്തിൽ ആ യാഗം തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു. ജനം അവർക്ക് നിൽക്കുവാനുള്ളതായ അതിനപ്പുറത്തെ സ്ഥലത്ത് നിന്നുകൊണ്ട് അവരെല്ലാവരും കൂടെ ദൈവത്തെ വീണ് നമസ്കരിക്കും. ഈ യാഗം തുടങ്ങി അവസാനിക്കുന്നവരെയും സംഗീതവും പാട്ടും ആരാധനയും നമസ്കാരവും എല്ലാം അതാത് സ്ഥലങ്ങളിൽ അവരവരെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന അതാത് സ്ഥലങ്ങളിൽ അതാത് ആളുകൾ ദൈവമേൽപ്പിച്ച ദൈവം കൊടുത്ത കൃപയ്ക്കനുസൃതമായി ആ ശുശ്രൂഷകൾ യാഗം ആരാധന തീരുന്നത് വരെയും അവർ ചെയ്തുകൊണ്ടിരുന്നു. കർത്താവിന്റെ സ്തോത്രം. 30-ാം അധ്യായം വായിക്കുമ്പോൾ അവസാനത്തെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നു. അവര് രക്ഷയെ ആഘോഷിച്ചു. അതവരുടെ എന്താണ്? അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്, അവരുടെ സ്വാതന്ത്ര്യം. ഈ കാര്യങ്ങൾ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു, ആലയത്തെ വിശുദ്ധീകരിച്ചു, ആരാധന പുനഃസ്ഥാപിച്ചു. 4ാമത് രക്ഷയെ അവർ ആഘോഷിച്ചു. ഹല്ലേലൂയ. എല്ലാ ദിവസവും ദൈവമക്കള് കർത്താവിനെ സ്തുതിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കണം? എനിക്ക് വേണ്ടി നീ രക്തം ചിന്തിയല്ലോ, എന്നെ വിലയ്ക്ക് വാങ്ങി. നമ്മുടെ പ്രധാന ആഘോഷം, പ്രധാന സ്തുതിയുടെ കാരണം എന്നും
തന്നെയായിരിക്കും. വേറെ കിട്ടിയതിലൊക്കെ കുറഞ്ഞ പ്രാധാന്യമേ ഉള്ളൂ. എന്നെ രക്ഷിച്ചു, എനിക്ക് വേണ്ടി വില കൊടുത്തു, അതാണ് ഏറ്റവും വലിയ കാര്യം. അതിനു വേണ്ടിയാണ് കർത്താവിനെ നിരന്തരം ആരാധിക്കേണ്ടത്. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിച്ചു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം.